ഹായ് ഹലോ എവ്രി വൺ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി രണ്ട് ഇൻഡെക്സിൻ്റെ ഇൻട്രഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യും ഫോർ മൺഡേ. ഈ ലെവൽസ് ഇതിനകത്ത് കൊടുക്കുന്ന ലെവൽസ് നല്ല ലേണിംഗ് പർപ്പസിനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലെവൽസ്. എല്ലാവർക്കും മനസ്സിലാക്കി തരാനും പിന്നെ കുറച്ചുകൂടി ക്ലിയാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഇതിനകത്ത് ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നിഫ്റ്റിയുടെ ചാർട്ടാണ്. ഇതൊക്കെ ലെവൽസ് വരച്ച് വെച്ചേക്കുന്നത് ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പ്രൊവൈഡ് ചെയ്ത ലെവൽസ് തന്നെയാണ്. സോ ഇതിനകത്ത് ഇപ്പോൾ എനിക്ക് പറയാൻ ഉള്ളത് ഫസ്റ്റ് നമ്മുടെ ആ ഒരു ലെവൽ തന്നെ 24,860. ഓക്കെ, അതിൻ്റെ ക്ലാരിറ്റി ഞാൻ ഒരു കൊടുത്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. മീൻസ് ആ റെസിസ്റ്റൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടിയതാണ് 24,860. ഓക്കെ, അത് ആക്ച്വലി ഈ ഒരു റെഡ് ക്യാൻഡിൽ ഉണ്ട്, അതാണ് മെയിനായിട്ട് ഫസ്റ്റ് റെസിസ്റ്റൻസ്. ദാറ്റ് മീൻസ് ഇത് ഇവിടെ ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ്. അതാണ് ആ റെസിസ്റ്റൻസ് മെയിനായിട്ട് നമുക്ക് കിട്ടിയത്. ദെൻ അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു. ദെൻ അഗെയിൻ പ്രൈസ് മുകളിലേക്ക് പോയി, അവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡ് ഗ്രീൻ ക്യാൻഡിൽ അവിടെ ക്ലോസിങ്. ദെൻ പിന്നെ ഈ റെഡ് ക്യാൻഡിൽ അതിൻ്റെ ഒരു ഹൈ. ഓവറോൾ അത് ഒരു നന്നായിട്ട് ആ ലെവൽ നന്നായിട്ട് മീൻസ് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു 24,865. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ പോയി നോക്കുവാണെങ്കിൽ 15 മിനിറ്റ്സ് ചാർട്ടിൽ നമ്മുടെ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ സ്റ്റിൽ ഉണ്ട്. ഞാനിപ്പോൾ ഒരു ട്രെൻഡ് ലൈൻ വെച്ച് നോക്കിയപ്പോൾ ആണ് എനിക്ക് ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ കിട്ടി ഇവിടുന്ന് താഴെ നിന്ന്. അതുകൊണ്ടാണ് അവർ ഈ പ്രൈസ് കറക്റ്റ് അവിടെ നിന്ന് പൊക്കി. ഉണ്ടോ ഇവിടെ ഒരു എക്സാക്ട്ലി ഇവിടെ നമ്മൾ നേരത്തെ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്നുണ്ടായിരുന്നു, ബട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് വരുന്നുണ്ട്. ഓക്കെ, മാർക്കറ്റല്ലേ അവിടെയാണ് നമുക്ക് സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കും. അത് ഇഷ്യൂ ഒന്നുമില്ല. മാർക്കറ്റ് നോക്ക്, ബട്ട് നമ്മളത് ഷാർപ്ലി കണ്ടുപിടിക്കണം, എന്നിട്ടേ നമുക്കത് ശരിയാവുള്ളൂ. പിന്നെ ഓവറോൾ 24,800 ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ റൗണ്ട് നമ്പർ കൂടിയാണ്. OI ഡാറ്റ അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു അന്ന്. ഇൻ ഫ്യൂച്ചർ ഞാൻ ആലോചിക്കുന്നുണ്ട് OI ഡാറ്റയിൽ OI ഡാറ്റ കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ സ്ലോലി നമുക്ക് അതുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഡെയിലി ബേസിസിൽ നമുക്കത് ക്ലിയർ ആവും. എവിടെ നന്നായിട്ട് സപ്പോർട്ട് മീൻസ് ആ ഏരിയയിൽ വരുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് OI സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബൈ ചെയ്യാം. ദെൻ OIയുടെ മറ്റേ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ സെൽ അടിക്കാം. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് അങ്ങനെ OI ഡാറ്റയുടെ അനാലിസിസ് കൂടി വേണമെങ്കിൽ. നമുക്ക് ഡെയിലി ബേസിസിൽ നിഫ്റ്റിയുടെ ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ OI ഡാറ്റ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇപ്പോൾ ഇത്രയായി. ഇതൊരു ട്രയാങ്കിളിലാണ് ഇപ്പോൾ സ്റ്റിൽ ഇത് കണ്ടോ, ഇവിടെ ഒരു ട്രയാങ്കിൾ ഇതുപോലെയാണ്. സോ മാർക്കറ്റ് ഇനി പറയാനുള്ളത് എനിക്ക് മെയിനായിട്ട് 24,865 or 70 അബവ് മാർക്കറ്റ് പോവുകയാണെങ്കിൽ ഇനി ഷോർട്ട് കവറിങ് നമുക്ക് കാണാം. ചെറിയൊരു ഷോർട്ട് കവറിങ് പോലെ. അത്ര ഹെവി ഞാൻ ഹ്യൂജ് എക്സ്പെക്റ്റ് ചെയ്യില്ല. ദാറ്റ് മീൻസ് അത്രയ്ക്ക് എക്സ്പെക്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് 24,960. ഓക്കെ, അത് എന്താ വെച്ചാൽ ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു, നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് മൊത്തത്തിൽ ഫില്ലാവും. അതാണ് 24,960 ഞാൻ നന്നായിട്ടൊരു സെല്ലിംഗ് സോൺ ഓർ റെസിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ഓവറോൾ ഇതും ഇതിൻ്റെ അബവ് പോയാൽ പിന്നെ ഓവറോൾ 25,000 അത് നമ്മുടെ റൗണ്ട് നമ്പറാണ്. ഓക്കെ, പിന്നെ 25,000 അബവ് സസ്റ്റെയിൻ ആയാൽ ദെൻ നെക്സ്റ്റ് ജനുവരി തുടങ്ങും. അത് പിന്നെ ന്യൂ ലെവൽസിലേക്ക് 50 or 100 പോയിൻറ്റ്സ് വെച്ച് നമുക്കത് പ്ലേ ചെയ്യാം ട്രെയിലിംഗ് സെൽ വെച്ചിട്ട്. ബട്ട് മൺഡേ ഓപ്പണിംഗ് എങ്ങനെയാണ്? ഗിഫ്റ്റ് നിഫ്റ്റി ആൻഡ് ഡൗ ജോൺസൊക്കെ ഗ്യാപ്പ് അപ്പ് ആണ് കാണിക്കുന്നത്. സോ ഗ്യാപ്പ് അപ്പ് നമ്മൾ നോക്കണം എവിടെയാണ്. ഈ ലെവൽസിൻ്റെ അബവ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവൽസ് 960 and 25,000 കിട്ടും. ബട്ട് ഫസ്റ്റ് റിജക്ഷൻ ഇവിടെ നിന്ന് കിട്ടേണ്ടതാണ്. ഈ ഗ്യാപ്പ് ഇതിൻ്റെ ഇടയിൽ വല്ലതും ആണെങ്കിൽ അവിടെ നിന്ന് ചിലപ്പോൾ സെല്ലിംഗ് വീണ്ടും വരും, പ്രോഫിറ്റ് ബുക്കിംഗ് വരും. കാരണം നല്ലൊരു സെല്ലിംഗ് സോണാണ്. പിന്നെ നമ്മുടെ നിഫ്റ്റിയിൽ ഞാൻ അത്രയ്ക്ക് സ്ട്രക്ചർ എനിക്ക് ബുള്ളിഷായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നുള്ളൂ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ബുള്ളിഷാണ്. ബാങ്ക് നിഫ്റ്റി ബുള്ളിഷാണെന്ന് വെച്ചാൽ ബാങ്ക് നിഫ്റ്റി സ്ട്രക്ചർ നല്ലതാണ്. ഉള്ള കാര്യം പറയാം. ചാർട്ട് എന്താ പറയണത് ഞാൻ അത് സംസാരിക്കാറുള്ളൂ. ചാർട്ട് എന്താണ് നമുക്ക് കാണിക്കുന്നത് ഞാൻ അത്ര ഡിസ്കസ് ചെയ്യാറുള്ളൂ. കൂടുതൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇൻട്രാഡേ പ്ലെയേഴ്സാണ് എല്ലാവരും. നമ്മൾ പൊസിഷണൽ പ്ലെയേഴ്സ് നമ്മളില്ല. സോ നമ്മൾ അതാണ് നോക്കേണ്ടത് നമുക്ക്. ഓക്കെ, സോ ക്ലിയാരിറ്റി ഇത് തന്നെയാണ്. മാർക്കറ്റ് മൺഡേ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 24,860 അബവ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഡയറക്റ്റ്ലി 960 കിട്ടും. ഓക്കെ, അത് പ്ലേ ചെയ്യാം. പിന്നെ മോളിൽ 25,000 ഉണ്ട്. പിന്നെ അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് വരേണ്ടതാണ്.
ബാക്കി നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്, ഓവറായിട്ട് റീസൺ ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക്. എന്താണ് മാർക്കറ്റിൻ്റെ റിയാക്ഷൻ ഓർ മാർക്കറ്റ് ഇവിടെ റെസിസ്റ്റൻസ് എടുക്കുന്നത്, എന്തിന് റെസിസ്റ്റൻസ് എടുക്കുന്നത്, ലോജിക് ഇല്ലാണ്ട് ഞാൻ സംസാരിക്കാറില്ല. മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്. ആ ലോജിക് ക്ലിയർ ആവണം, നിങ്ങൾ മനസ്സിലാവണം. ആ ഒരു ലോജിക്ക് നിങ്ങൾക്കും തന്നെ അതൊന്നും വേറെ ഇൻഡെക്സസിൽ ഓർ വേറെ സ്റ്റോക്സ് ചാർട്ടിൽ നിങ്ങൾക്ക് അതിങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കുള്ളൂ. ഓക്കെ, സോ ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഇത് ഓവറോൾ ക്ലിയറായി. ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവില്ല, ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആണ് മണ്ടേത്തേക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഇവിടെ സപ്പോർട്ട് എടുക്കേണ്ടതാണ് 24,730. ഇത് സപ്പോർട്ട് ലെവൽ തന്നെയാണ്. 24,800 കൂടി ഒരു ഇത് കണ്ടോ, ഇവിടെ സപ്പോർട്ട് എടുത്തു, പിന്നെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, സഡൻ മുകളിലേക്ക് കയറിപ്പോയി സപ്പോർട്ട് എടുത്തു. സോ 24,800 നല്ലൊരു സപ്പോർട്ട് സോണായിട്ട് തന്നെ ആയിരിക്കുള്ളൂ. അതുകൂടി വേണമെങ്കിൽ ഒരു ഗ്രീൻ സപ്പോർട്ട് സോണായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് ഇത്ര ലെവൽസ് മതി ഐ തിങ്ക്. കാരണം ചാൻസസ് ഗ്യാപ്പ് അപ്പ് തന്നെയാണ്. ബാക്കി നമ്മൾ ഇനി നോക്കാം. ഓക്കെ, സോ ഇനി ബാങ്ക് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. ബാങ്ക് നിഫ്റ്റി ആക്ച്വലി എനിക്ക് പറയാൻ ആ ഒരു ചാർട്ടിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പീനൻ പാറ്റേൺ പോലെ ഇങ്ങനെ ഫോം ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിക്ക്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി ഓവറോൾ സൈഡ് വേസ് ആയിരുന്നു അന്ന് ക്ലോസിംഗ് ഒക്കെ, ഒന്നും പ്രത്യേകിച്ചൊന്നും നടന്നില്ല മാർക്കറ്റിൽ. ബട്ട് ഇതിലൊരു വേറൊരു ഇവർ പീനൻ പാറ്റേൺ കൂടിയാണ്, പിന്നെ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ കൂടി വീണ്ടും അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ മാറി നെക്സ്റ്റ് ഹെഡ് ആൻഡ് ഷോൾഡർ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ലെഫ്റ്റ് ഷോൾഡർ, ഇതൊരു ഹെഡ് കണ്ടോ, ഇത് ഹെഡ് കംപ്ലീറ്റ് ആയി ഇവിടെ. പിന്നെ നെക്സ്റ്റ് ഇനി ഒരു റൈറ്റ് ഷോൾഡർ കൂടി കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. വീണ്ടും ആ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറുടെ പാറ്റേൺ കംപ്ലീറ്റ് ആയി. ഇനി ഗ്യാപ്പ് അപ്പ് 1 ഡേ 51,350 to 250 ഈ ലെവൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. റീസൺ എന്താ, ഇവിടെ ഒരു റെസിസ്റ്റൻസ് സോണാണ്. ഇത് ഇവിടെ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് ബൈ ജനറേറ്റർ റെസിസ്റ്റൻസ് ആയി. ഇവിടെ നിന്ന് ഒരു സെല്ലിംഗ് സോണാണ്, സപ്പോർട്ട് സോൺ ആയിരുന്നു നേരത്തെ, അതിപ്പോൾ റെസിസ്റ്റൻസ് ആയി. പിന്നെ ഇത് ഈ ട്രെൻഡ് ലൈനിൻ്റെ നമ്മുടെ ഈ ബ്ലൂ ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് കാണുന്നുണ്ടോ, അതിൻ്റെ ആ ഒരുമിച്ച് ഈ രണ്ടും കൂടി സിങ്ക് ആവുന്നുണ്ട്, ഈ ഒരു പോർഷൻ സിങ്ക് ആവുന്നുണ്ട്. സോ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ അബവ് ഇനി നെക്സ്റ്റ് ലെവൽ എൻ്റെ 51,350 അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്ക് ഫ്രഷ് ബ്രേക്കൗട്ട് കിട്ടുള്ളൂ. ഹ്യൂജ് ബ്രേക്കൗട്ട് ഞാൻ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആ ഹ്യൂജ് ബ്രേക്കൗട്ട് നമുക്ക് കിട്ടുള്ളൂ. അത് 52,000 വരെ പോകേണ്ടതാണ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ. ഓക്കെ, അത് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കണം. ഇതിൻ്റെ മൺഡേ ഇതിൻ്റെ അബവ് ഓപ്പണിംഗ് ആയില്ലെങ്കിൽ വീണ്ടും ചിലപ്പോൾ സെല്ലിംഗ് സോൺ, പിന്നെ ഇവിടെ സെല്ലിംഗ് ചെയ്തിട്ട്, കാരണം ഈ സോൺ ഞാൻ പ്രവചിച്ചിട്ടുണ്ടല്ലോ, ഈ രണ്ട് ലൈൻസ് ഇവിടുന്ന് സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആവും. പിന്നെ ആ ഹ്യൂജ് ട്രെൻഡ് ലൈൻ്റെ ബ്രേക്ക് ഔട്ട്. ഓക്കെ, മീൻസ് അതിൻ്റെ റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, രണ്ട് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ വീണ്ടും ചിലപ്പോൾ ഇവിടെ സെല്ലിംഗ് ജനറേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, സസ്റ്റെയിൻ ഇതിൻ്റെ അബവ് 51,350 അബവ് സസ്റ്റെയിൻ ആയാൽ യു ക്യാൻ പ്ലേ ഈസിലി ഫോർ ഗുഡ് ബ്രേക്ക് ഔട്ട്. പിന്നെ നല്ലൊരു ബ്രേക്ക് ഔട്ട് നമുക്ക് കാണേണ്ടതാണ്. ബട്ട് കുറച്ച് ട്രിക്കിയാണ് മാർക്കറ്റ്. BNF ഞാൻ ബുള്ളിഷാണ്, ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ എവിടെ നിന്ന് മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ലാസ്റ്റ് വീക്കെൻ്റെ ഫുൾ വീഡിയോ നോക്കിയിരുന്നു, 4-5 വീഡിയോ ഞാൻ ലാസ്റ്റ് വീക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം കൂടി ലാസ്റ്റ് ഫ്രൈഡേ ഓർ ലാസ്റ്റ് സാറ്റർഡേ ഉണ്ടാക്കിയതാണ് BNFൻ്റെ ഫസ്റ്റ് വീഡിയോ. അന്നേ മുതൽ റെഗുലർ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. BNF ഞാൻ ബുള്ളിഷാണ്. അന്ന് ഐ തിങ്ക് BNF ഈ ഒരു സോണിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഓക്കെ, ദെൻ കണ്ടോ, അവിടെ നിന്ന് നന്നായിട്ട് BNF കയറിയിട്ടുണ്ട്. സ്റ്റിൽ മുകളിൽ തന്നെയാണ്, ചെറിയൊരു റീട്രേസ്മെൻറ്റ് ഇവിടെയും കിട്ടി. ബട്ട് പ്രൈസ് അവിടെ തന്നെയാണ്, 51,000 ആയ റേഞ്ച് തന്നെയാണ് ഇപ്പോൾ BNF ഉള്ളത്. സോ എനിക്ക് പറയാനത് തന്നെയാണ്, മൺഡേ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ 51,350 അബവ് സസ്റ്റെയിൻ ആയാൽ യു ക്യാൻ പ്ലേ ഫോർ നെക്സ്റ്റ് ടാർഗറ്റ്സ്. നെക്സ്റ്റ് ടാർഗറ്റ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ സഡൻ ടാർഗറ്റ് വരുന്നത് നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കാം. കാരണം ഇൻട്രഡേ പ്ലെയർ ആണ്, സോ നമ്മൾ 15 മിനിറ്റ്സ് ചാർട്ടിൽ നോക്കാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ്, നിയറസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ വരുന്നത് 51,600 ആൻഡ് 51,870. ഈ രണ്ട് ലെവൽ കൂടി മാർക്ക് ചെയ്ത് വെക്കണം. അതിൻ്റെ ബട്ട് അതിൻ്റെ അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ 51,350 അബവ് സസ്റ്റെയിൻ ആയാൽ മാത്രമേ നമുക്ക്
ഈ ലെവൽസൊക്കെ നമുക്ക് കിട്ടുള്ളൂ. റീസൺ എന്താ? ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയതാണ് കേട്ടോ. കണ്ടോ, ഇവിടെയാണ് ഫ്രഷ് സെല്ലിംഗ് ജനറേറ്റ് ആയത്. ഇത് കണ്ടോ, യെസ് 51,570 ആൻഡ് 51,860 ഈ ഒരു ലെവലിലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, സോ മാർക്ക് ചെയ്ത് വെക്കണം, ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. പിന്നെ പീനിയൻ പാറ്റേൺ ആണ് ഇതൊരു പാറ്റേൺ, ഒരു കോഷൻ ആണ്, ബട്ട് കൺഫ്യൂസ് ആക്കി വെച്ചേക്കണെന്നല്ല പറഞ്ഞു. ഇത് ഒരു കോഷൻ പാറ്റേൺ ആണ്, ബട്ട് നമ്മുടെ ഒരു ട്രെൻഡ് ലൈൻ കൂടി വരുന്നുണ്ട്, മേജർ ട്രെൻഡ് ലൈൻ 1 hour ചാർട്ടിൽ. അത് ബ്രേക്ക് ആയാൽ പിന്നെ ബാങ്ക് നിഫ്റ്റി ശരിക്കും പറക്കും. നമുക്കത് ലൈവ് മാർക്കറ്റിൽ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ എനിക്ക്, ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞിട്ട്. ബട്ട് കോഷൻ സോണിലാണ്, ഓവർ കൺഫ്യൂഷൻ, ഓവർ ട്രിക്കി മാർക്കറ്റ് അവർ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി രണ്ടിലും ഞാൻ 2 ലെവൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ ഞാൻ കൊടുത്തേക്കുന്നത് 24,950 to 25,000. ബാങ്ക് നിഫ്റ്റിയിൽ ഈ 2 ലെവൽസാണ് 51,250 to 350. ഈ 2 സോൺ, ഈ 2 ഏരിയ സെല്ലിംഗ് സോണാണ്. ഇതിൻ്റെ അബവ് സസ്റ്റൈനിൽ മാത്രമേ ഓവറോൾ സ്ട്രക്ചർ പിന്നെ അങ്ങാട് നല്ല BNF ബുള്ളിഷ് ആയിരിക്കും. കൂടുതൽ പ്ലേ ഇതിനകത്ത് തന്നെ ചെയ്യുക, ബാങ്ക് നിഫ്റ്റി തന്നെ. എൻ്റെ സജഷൻ അത് തന്നെയാണ്. ഓക്കെ, സോ പിന്നെ വേറെ ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതിന് റിപ്ലൈ തീർച്ചയായിട്ടും തരും. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.